ലാസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു കപ്പാസിറ്റൻസ് എന്താണെന്ന് വരെ പറഞ്ഞ് നിർത്തിയായിരുന്നു. പിന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ പറ്റിയാണ് നമുക്ക് ഇനിയും പഠിപ്പിക്കാനുള്ളത്. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നും അതേപോലെ തന്നെ ഒരു പാരലൽ പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് എന്താണെന്നുള്ള ഡെറിവേഷനും അതിൻ്റെ ഒരു 3 കേസസ് ഉണ്ട്. ആ 3 കേസസുമാണ് ഇന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ബേബ്രിയ ജോയിൻ ചെയ്തോ, റിജോയിൻ ചെയ്തോ? ഓക്കെ, അപ്പം എഴുതിക്കോളൂ. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. പ്രിൻസിപ്പിൾ ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പ്രിൻസിപ്പിൾ ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, നോക്കിക്കോളൂ. നിങ്ങളൊരു പടവും കൂടെ വരയ്ക്കണം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്ത്. അതായത് നമ്മൾ ഈ പാരലൽ പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 പ്ലേറ്റുകളാണ്. 2 പ്ലേറ്റ് എന്ന് പറയുമ്പോൾ 2 മെറ്റൽ ഷീറ്റുകളാണ്. ഇതുണ്ട്, ഇങ്ങനെ ഒരു മെറ്റൽ ഷീറ്റ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? നമ്മൾ മറ്റേ ഇൻഫിനിറ്റ്ലി ചാർജ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഗോസസ് തിയറം വെച്ചിട്ടുള്ള കൺസെപ്റ്റ്. അതുപോലെ ഒരു 2 ഷീറ്റ് ഇങ്ങനെ പാരലായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനെയാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിനകത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ 2 വരകളെ കാണത്തുള്ളൂ. അതിങ്ങനെ പാരലായിട്ട് നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എന്തിനാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഒരു പ്ലേറ്റ് ഞാനിവിടെ വെച്ച് ഒരു പ്ലേറ്റ്, ഒരു ഷീറ്റ് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചാർജ് വേണ്ടി ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തെന്ന് വിചാരിച്ചോ. ഇനി രണ്ടാമതൊരു പോസിറ്റീവ് ചാർജ് എനിക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്ത് ഞാനൊരു വർക്ക് ഡൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, രണ്ടാമത്തെ ചാർജിനെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനിയും ഈ 2 ചാർജ് ഇവിടെ സ്റ്റോറായി, മൂന്നാമതൊരു ചാർജിനെ ഈ പ്ലേറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ 2 ചാർജിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ഡൺ ചെയ്യണം. അതായത് പൊട്ടൻഷ്യൽ കൂടുതൽ, പൊട്ടൻഷ്യൽ കൊടുക്കണം, വർക്ക് ഡൺ കൂടുവാണ്. മനസ്സിലായോ? അപ്പോൾ മൂന്നാമത്തെ ചാർജിനെ സ്റ്റോർ ചെയ്തു. ഇനിയും ഈ 3 ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഒപ്പോസ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ നാലാമതൊരു ചാർജിനെ, കാരണം എന്താ, ഓരോ തവണ പോസിറ്റീവ് ചാർജ് ആഡ് ചെയ്യുമ്പോഴും ആ പോസിറ്റീവ് ചാർജ് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ഇൻകമ്മിങ് ആയിട്ട് ഇനി സ്റ്റോർ ചെയ്യാൻ പോകുന്ന ചാർജിനെ എന്ത് ചെയ്യുക, റിപ്പൽ ചെയ്യാണ്. അപ്പോൾ റിപ്പൾഷനെതിരെ വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഒരു സിംഗിൾ പ്ലേറ്റ് വന്നാലുള്ള ഒരു പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സിംഗിൾ പ്ലേറ്റിന് അടുത്ത് വേറൊരു പ്ലേറ്റ് ഞാൻ വെച്ചിരിക്കുകയാണ്. അതായത് അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു അൺചാർജ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എല്ലാം എന്താണ് ഉള്ള, അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് അൺചാർജ്ഡ് കണ്ടക്ടർ എന്ന് പറയുക, ഇല്ലേ? അപ്പോൾ ഇത് വരയ്ക്കേണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ച് കാണിച്ചു തരുന്നതാണ്. അപ്പം ഞാനൊരു അൺചാർജ്ഡ് കണ്ടക്ടർ കൺസിഡർ ചെയ്യണം, അൺചാർജ്ഡ് കണ്ടക്ടർ. അപ്പോൾ അൺചാർജ്ഡ് കണ്ടക്ടറിനെ ഞാനൊരു പോസിറ്റീവ് ചാർജ് പ്ലേറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നോർമൽ, അതായത് ഇൻഡക്ഷൻ വഴി, നമ്മളത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചായിരുന്നു. ഇൻഡക്ഷൻ വഴി ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിനോട് ചേർന്നിരിക്കുന്ന ഈ സൈഡിലെല്ലാം എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? നെഗറ്റീവ് ചാർജ് ആവും. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം പോസിറ്റീവ് ചാർജാണ്, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഇതെന്തായിട്ട് മാറും? ഈ സൈഡിലെല്ലാം നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുകയും ഈ സൈഡിലെല്ലാം പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിനെ ഞാൻ എർത്ത് ചെയ്ത് കളയാണ്, എർത്ത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജെല്ലാം പോകുമ്പോൾ പിന്നെ ഇതിനകത്ത് എന്ത് മാത്രമാവും? അപ്പോൾ ഈ സൈഡിൽ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ, ഈ സൈഡിൽ എന്താണ്, നെഗറ്റീവ് ചാർജ് മാത്രമായിട്ട് മാറും. ഓക്കെ ആണല്ലോ?
ഇനിയും ഉള്ള ഗുണം എന്താണെന്ന്, ഇത് പ്ലേറ്റ് എയും ഇത് പ്ലേറ്റ് ബിയുമാണ്. ഇനിയുള്ള ഗുണം എന്താണെന്നറിയാമോ? ഇനിയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു പോസിറ്റീവ് ചാർജിനെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് സ്റ്റോർ ചെയ്യാം. നേരത്തെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നവന്, അപ്പം അവരുടെ അകത്തുള്ള ഈ പോസിറ്റീവ് ചാർജെല്ലാം റിപ്പൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഈ പോസിറ്റീവ് ചാർജുകൾ റിപ്പൽ ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ഈ പ്ലേറ്റിൻ്റെ നെഗറ്റീവ് ചാർജ് അതിനെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? അപ്പം ഒരു എർത്ത് കണ്ടക്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റൻസ് കൂടുകയാണ്. ഈ പ്ലേറ്റ് എയുടെ കപ്പാസിറ്റൻസ് കൂടുവാണ്. കൂടുതൽ ചാർജിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. നേരത്തെ ഇൻഡിവിജ്വലി പ്ലേറ്റ് എ മാത്രം ഉള്ളപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ കൂടുതൽ ചാർജിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു ഇൻഡക്ഷൻ വഴി ഒരു എർത്ത് കണ്ടക്ടറിനെ അവിടെ കൊണ്ട് വെച്ചപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ്, നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റേതിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കൂടുതൽ ചാർജിനെ നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3 വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ചില്ലേലും കുഴപ്പമില്ല. ഞാനിത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. വേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാനുള്ളത് ഇങ്ങനെയാണ്: വിത്ത് ദ പ്രസൻസ് ഓഫ് പ്ലേറ്റ് ബി the amount of ആ പടം അങ്ങ് വരച്ചോ കേട്ടോ. amount of work done in bringing a unit positive charge from infinity to a decreases. Hence potential of A also decreases as there will be a force of repulsion due to A and force of attraction due to B due to B. Thus the resultant force of repulsion on a unit positive charge is reduced. So the amount of work is less and potential of A decreases. Therefore capacitance increases. Capacitance of A increases. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇത്ര എഴുതിയിട്ട് വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടോ എന്ന് എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എഴുതിയിട്ടൊന്ന് വായിച്ചു നോക്കൂ. 2 മിനിറ്റ് സമയം തരാം. ഇനിയും പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സ്റ്റേറ്റ്മെൻ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതാം. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതാം. ഇഫ് ആൻ എർത്തഡ് കണ്ടക്ടർ
conductor is placed near a charged conductor. The capacitance of charged conductor considerably increases. Considerably increases. ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഡേബ്രിയ ഓക്കെ ആണോ? ഡേബ്രിയ മനസ്സിലായോ? ഡേബ്രിയ ഓക്കെ. ഏഞ്ചലീന മനസ്സിലായോ? ഓക്കെ. ഏബൽ മനസ്സിലായോ? അഭിരാം മനസ്സിലായോ? ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ലോവിസ് മനസ്സിലായോ? ഓക്കെ. എഴുതി കഴിഞ്ഞായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ഹെഡിങ് എഴുതിക്കോ. കപ്പാസിറ്റൻസ് ഓഫ് എ ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടർ. കപ്പാസിറ്റൻസ്, ഒരു ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടറിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇക്വേഷൻ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടർ. അപ്പം അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുക, ഞാനൊരു ചാർജ്ഡ് സ്പിയർ കൺസിഡർ ചെയ്യാണ്. അത് ആറ് റേഡിയസിലുള്ള ഒരു സ്പിയർ കൺസിഡർ ചെയ്യണം. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് വരയ്ക്കാം. അതായത് ഇതൊരു കണ്ടോ, ഇത് 6 റേഡിയസിലുള്ള ഒരു സ്പിയറാണ്. അത് ചാർജ്ഡ് സ്പിയറാണ്. അപ്പം ജസ്റ്റ് ക്യൂ ഒന്നും കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം അവിടെ. എങ്ങനെ എന്താണ് എഴുതേണ്ടത്? കൺസിഡർ എ ചാർജ്ഡ് spherical conductor of radius r. Let q be the charge on the spherical conductor, on the spherical conductor, provided that they are not under the influence of any other charges. അപ്പം നമുക്കറിയാം, ഒരു ക്യൂ ചാർജിന്റെ r ഡിസ്റ്റൻസ് ദൂരെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചാണ് V = 1/4πε0 Q/r ആണ്, അല്ലയോ? ഓക്കെ. അപ്പം നമുക്കറിയാം വി ഹാവ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? V = 1/4πε0 Q/r ആണ്. അതായത് ഒരു ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെയുള്ള ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ V = 1/4πε0 Q/r ആണ്. നമുക്ക് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ C = Q/V എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അങ്ങനെയാണ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ എന്താണ്? 1 in 2. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? C = നമുക്ക് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. C = Q/Vക്ക് പകരം നമുക്ക് 1/4πε0 Q/r എന്ന് കൊടുക്കാം. Q ക്യാൻസൽ ആയിപ്പോയി. ഈ ഡിനോമിനേറ്ററിലുള്ള എല്ലാ സംഖ്യയും മൂളി വരുന്നു. അങ്ങനെയാണെങ്കിൽ C = 4πε0r എന്ന് വരുന്നു. ഇതാണ് നമ്മുടെ
R റേഡിയസിലുള്ള, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം എന്താ, റേഡിയസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കോൺസ്റ്റന്റ് ആണ്. അതായത് 4 എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിംപ്ലി മനസ്സിലാക്കാൻ സാധിക്കുന്ന C ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ചുള്ള കൂടുതൽ ചാർജ് നമുക്ക് അതിന്റെ മണ്ടയ്ക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് കപ്പാസിറ്റി കൂടുമെന്നർത്ഥം. ഓക്കെ ആണോ? എഴുതിയെടുത്തോളൂ. അടുത്ത ഒരു ഡെറിവേഷൻ ആണ്. Sir, a consider statement ഒന്ന് കാണിക്കൂ. Okay, sir. ഡൗട്ട് ഉള്ളത് ചോദിക്കുക, മനസ്സിലായില്ലെങ്കിലും ചോദിക്കുക. അടുത്ത ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക് എഴുതിക്കോ, അടുത്ത ഹെഡിങ് എഴുതിക്കോ. നമ്മൾ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, ഇപ്പൊ നമ്മൾ ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയത്. അതേപോലെ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്ത് എന്തോരം കപ്പാസിറ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ എന്താണ് ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് 3 കേസാണ്. 3 കേസ് എന്ന് പറയുമ്പോൾ, അതായത് ഒന്ന് നമ്മൾ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് ഒന്നും വെക്കുന്നില്ല, എയർ ആയിട്ടാണ് നമ്മൾ എയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കേസിൽ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് ഫുള്ളി ഒരു ഡൈലക്ട്രിക് മീഡിയം വെക്കുന്നു, എന്നിട്ട് അതിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നു. മൂന്നാമത്തെ കേസിൽ ഡൈലക്ട്രിക് മീഡിയം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വെക്കാതെ ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ വെക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് നോക്കിക്കോളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഹെഡിങ് എഴുതുക, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എന്നിട്ട് ഒരു പാരലൽ പ്ലേറ്റ് വരയ്ക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാരലൽ പ്ലേറ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഇങ്ങനെ ഒരു പേപ്പർ ഷീറ്റ് പോലെയാണ് കൺസിഡർ ചെയ്യേണ്ടത് ശരിക്കും. പക്ഷെ നിങ്ങൾക്ക് വരയ്ക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മാത്രമേ വരയ്ക്കത്തുള്ളൂ കേട്ടോ. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇങ്ങനെ ഒരു മെറ്റൽ ഷീറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് വളരെ ചെറുതാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ ഈ എന്താണ് ടിവിയുടെ ബോർഡിലൊക്കെ ഉണ്ട് കപ്പാസിറ്റർ, അപ്പോൾ വളരെ ചെറിയ ഇതാണ്. അപ്പം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇത് എന്താണ് വളരെ ചെറിയൊരു ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്നുള്ള കാര്യം മനസ്സിലാലോചിച്ചോണം. ഓക്കെ, അപ്പം ഇത് പ്ലേറ്റ് എ ആണ്, ഇത് പ്ലേറ്റ് ബി ആണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്
ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എ എന്ന് എടുത്തു, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നതും എ എന്ന് എടുത്തു. ഓക്കെ ആണല്ലോ. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ്, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഇവിടെ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണെന്നുള്ള കാര്യം എടുത്തതാണ്. ഇവർ തമ്മിൽ, ഈ പാരപ്ലേറ്റ് കപ്പാസിറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കപ്പം ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? കൺസിഡർ ചെയ്യണം. കൺസിഡർ ടു പാരലൽ plates A and B having positive and negative charge respectively. Separated by a distance d. നമുക്കറിയാം we have C is equal to Q by V ആണ്. അപ്പം നമുക്ക് ഈ C ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ C കണ്ടുപിടിക്കണമെങ്കിൽ Qയും കണ്ടുപിടിക്കണം, Vയും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് V കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചായിരുന്നു ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഈ മറ്റേ ഗോസസ് തിയറം വെച്ചിട്ട് ഇയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ക്യാപിറ്റൽ ഇയുടെ ഇക്വേഷൻ എന്തായിരുന്നു? σ/2ε0 ആയിരുന്നു, ഇല്ലേ? ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെയൊക്കെ പടം വരച്ചിട്ട് ഗോസസ് തിയറം വെച്ചിട്ട് ഇത് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെയും സെയിം കൺസെപ്റ്റ്, ഇത് തന്നെയാണ് ഇരിക്കുന്നത്, സെയിം ഷീറ്റ്സ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഷീറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ എ എന്ന് പറയുന്ന ഷീറ്റ് മൂലവും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, ബി എന്ന് പറയുന്ന ഷീറ്റ് മൂലവും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാരൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എ മൂലം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ബി മൂലം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെയും സം ആയിരിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം, ഇനിയും നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെയും കൂടെ കാര്യം പറയുകയാണ്. നമുക്കറിയാം ഇതൊരു സർഫസ് ആണ്. കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊരു സർഫസ് ആണെങ്കിലും ഒരിക്കലും ഇൻഫൈനൈറ്റ്ലി ലോങ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി എടുത്ത് ആണ് ചെയ്യുന്നതെന്ന്. അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ സർഫസ് ആയതുകൊണ്ട് തന്നെ ചാർജിനെ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് എഴുതുകയാണ്. ലെറ്റ് സിഗ്മ ബി the surface charge density, surface charge density. So sigma is equal to നമുക്കറിയാം Q by charge per unit area ആണ്. അവിടെ നിന്ന് നമുക്ക് Q is equal to sigma into A എന്ന് എടുക്കാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ ഗോസസ് തിയറത്തിൻ്റെ ഇക്വേഷനെ നമ്മൾ എടുക്കുകയാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലേറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം σ/2ε0 ആണ്. അത് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ഗോസസ് ലോ എന്ന് എഴുതിയാൽ മതി. ഫ്രം ഗോസസ് ലോ. ഇതൊന്നും പരീക്ഷയ്ക്ക് ഗോസസ് ലോ എന്നൊന്നും പറഞ്ഞ് എടുത്ത് എഴുതണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബിയും എന്ത് തന്നെയാണ്? σ/2ε0 ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഈ ടോട്ടൽ എന്തായിരിക്കും? ഈ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EA പ്ലസ് EB ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലേറ്റ് എ പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലേറ്റ് ബി. അപ്പോൾ σ/2ε0 പ്ലസ് σ/2ε0 എന്ന് പറയുമ്പം നമുക്ക് 2σ/2ε0 എന്ന് വരുന്നു. 2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σ/ε0 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കും. നമുക്ക് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ക്യൂവും വേണം, വിയും വേണം. ക്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ക്യൂ നമ്മൾ ഇക്വേഷൻ 2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇല്ലേ? ക്യൂ നമ്മൾ ഇക്വേഷൻ 2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
രണ്ട് ഇതാണ് ക്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വി കണ്ടുപിടിക്കണം. അപ്പോൾ വിയും കൂടെ കണ്ടുപിടിച്ചിട്ട് ആ സിയുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനായി. അപ്പം അതിനു വേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് വി ഹാവ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിലല്ല, നമ്മൾ ഒരു മാസം മുമ്പ് ഇതിൻ്റെ ലാസ്റ്റ് ക്ലാസ് പഠിപ്പിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി എന്താണ് റിട്ടേൺ ആസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഇ ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ എന്ന്. ആ സമയത്ത് തന്നെ ഞാൻ പഠിപ്പിച്ചതാണ് ഈനെ നമുക്ക് വി ബൈ ആർ എന്ന് വേണേലും എഴുതാം, അല്ലെങ്കിൽ ഈനെ നമുക്ക് വി ബൈ എൽ എന്ന് വേണേലും എഴുതാം, അല്ലെങ്കിൽ നമുക്ക് വി ബൈ ഡി എന്ന് വേണേലും എഴുതാം. ഇവിടെ ഞാൻ വി ബൈ ഡി ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, വി ഈസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന് എഴുതാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുമെന്ന് അറിയാമോ, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കൊണ്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 in 4. Therefore v is equal to എന്താ, സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് തോന്നുന്നു. ഇതിനെ ഇക്വേഷൻ നമ്പർ 5 എന്ന് തോന്നുന്നു. അപ്പോൾ വിയും കിട്ടി ക്യൂവും കിട്ടി. ഇനി നമുക്ക് സി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 5 and 2 in ഇക്വേഷൻ 1. നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂവിനെ നമുക്ക് സിഗ്മ എ എന്നാക്കാം, വിനെ നമ്മൾ സിഗ്മ ഡി ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്നാക്കാം, ഇല്ലയോ, ബൈ എപ്സിലോൺ 0 എന്നാക്കാം. ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 മുകളിൽ പോകുന്നു. അപ്പോൾ എപ്സിലോൺ 0 എ ഡിവൈഡ് ബൈ ഡി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇഫ് എയർ ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടു പാരലൽ പ്ലേറ്റ്. അപ്പം സി എയർ എന്ന് തന്നെ കൊടുക്കണം കേട്ടോ, അതായത് സി എയർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. So could you scroll up? Yeah. ഇവിടെയാണോ മോനെ? Yes, sir. എഴുതിയോ? ഞാൻ വേണമെങ്കിൽ ചെറുതാക്കാം, എല്ലാം കൂടെ നിങ്ങൾക്ക് എഴുതാം, നോക്കിയോ. അഭിരാമിന് ക്ലിയർ ആയിരുന്നു? Clear ആയി സർ. ലോയിസിന് എങ്ങനെയുണ്ട്? ലോയിസ് Okay, sir. ഓക്കെ. ഡേബ്രിയ എങ്ങനെയുണ്ട്? ഡേബ്രിയ Okay, sir. ഓക്കെ. ഏഞ്ചലീന, മനസ്സിലായി സാർ. ഏബല് എങ്ങനെയുണ്ട്? ഏബല് Yeah, yes, sir. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പം രണ്ട് ഈ പാരലൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ പാരലൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ്ലി എയർ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇതിനിടയ്ക്ക് നമ്മളൊരു ഡൈഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഡൈഇലക്ട്രിക് മീഡിയം എന്താണെന്ന് അറിയാമോ? ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ എന്നാണ് പറയുന്നത്. അപ്പം അതെന്താണ് ഈ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ? ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി കുറച്ച് കറണ്ട് കടത്തിവിടുക, അല്ലെ ഇലക്ട്രിക് ഫീൽഡ്. കറണ്ട് കടത്തിവിടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. പാർഷ്യലി കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് അതുവഴി കടത്തിവിടാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് ഒരു ഡൈഇലക്ട്രിക് മീഡിയമാണ്, മൈക്ക ഒരു ഡൈഇലക്ട്രിക് മീഡിയമാണ്, അങ്ങനെ കുറേ ഗ്ലാസ് ഒരു ഡൈഇലക്ട്രിക് മീഡിയമാണ്. അതായത് വളരെ ചെറിയ എമൗണ്ട്, നേരിയ എമൗണ്ടിൽ ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എയറിനെ മൊത്തം അവിടുന്ന് മാറ്റിയിട്ട് ഞാൻ ഫുള്ള് ഒരു 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 അതിനകത്ത് ഒരു ഡൈഇലക്ട്രിക് മീഡിയം നിറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ എങ്ങനെ ഇക്വേഷൻ മാറും, ചേഞ്ച് ചെയ്യും. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പം അത് രണ്ടാമത്തെ കേസാണ്. കേസ് ഒന്നും പറഞ്ഞ് എഴുതണ്ട, അതിന് താഴോട്ട് if we introduce a dielectric medium in between the parallel plates capacitance becomes C dielectric എന്ന് എഴുതണേ, C dielectric, നേരത്തെ C air ആയിരുന്നു. C dielectric is equal to, നമ്മൾ നേരത്തെ ε0A/d എന്നല്ലായിരുന്നു, അതിൻ്റെ കൂടെ ഒരു εr എന്നും കൂടെ എഴുതിയാൽ മതി. അപ്പോൾ εr × ε0A/d എന്ന് എഴുതിയാൽ മതി. ചില ഇതിൽ ε0 എന്ന് പറയുന്നത് εr എന്ന് പറയുന്നത് k എന്നും എഴുതാറുണ്ട് ചില ടെക്സ്റ്റിനകത്ത്, ചില സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ k എന്ന് പറഞ്ഞാലും εr എന്ന് പറഞ്ഞാലും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. വേർ εr or k is known as dielectric constant. ഇതും കുഴപ്പമില്ല, ഈ രണ്ട് ഡെറിവേഷനും കുഴപ്പമില്ല. പക്ഷേ അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ കേസിലുള്ള ഡെറിവേഷൻ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ഇതൊന്ന് എഴുതിയെടുത്തോ, അതുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോളൂ. ഇനി നമ്മൾ ഇപ്പം നമ്മൾ ഈ പാരലൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചിരിക്കുകയാണ്. അതാണ് ഈ കേസ്. ഇനിയും അടുത്തൊരു കേസ്, if we introduce a dielectric medium of thickness T in between parallel plate then the capacitance can be found അല്ലെങ്കിൽ capacitance can be found by using equation as follows. അപ്പം നോക്കിക്കോ, അപ്പം നമ്മൾ ഇവിടെ ഒരു പടം വരയ്ക്കുകയാണ്. അതായത് രണ്ട് പാരലൽ പ്ലേറ്റ് ഇരിക്കുന്നു. ഇത് മനസ്സിലാക്കണേ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ഇച്ചിരി ഡൗട്ട് അടിക്കുന്ന ഭാഗമാണ്. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് എ ആണ്, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള